സഹൃദയ സദസ്സിന് നമ്മവാദം. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ നേരവകാശികളാണ് നമ്മൾ ഭാരതീയർ. ജാതിമത ചിന്തകൾക്ക് അതീതമായി മാനവിക നന്മകളെ നെഞ്ചിലേറ്റ് ലാളിച്ചവർ. പക്ഷേ ശാസ്ത്രത്തിന്റെ ചിറകിലേറി പുരോഗതിയുടെ മഹാകാശങ്ങൾ കീഴടക്കി നാം മുന്നേറുമ്പോൾ നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെടുന്ന ഒരു സ്വത്തുണ്ട്: നമ്മുടെ യുവത്വം. പല പല രാജ്യങ്ങളിലെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി കുടിയേറുന്ന നമ്മുടെ യുവാക്കളെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. നാട്ടിൽ നിൽക്കാം, നാടിന് നിലനിർത്താം എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി നിങ്ങളുമായി ചേർന്ന് പങ്കുവയ്ക്കുന്നതിനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ആദരണീയരായ വിദ്യാർത്ഥാക്കളെ, എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നാട്ടിൽ നിൽക്കാം, നാടിനെ നിലനിർത്താം. നാട്ടിൽ നിൽക്കാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജഡത്തിൽ ശാരീരികമായി മാത്രം നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നതിനെയല്ല, മാനസികമായും നമ്മുടെ പരമാവധി കഴിവുകൾ രാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നാട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സുസ്ഥിരതയെയും വികസനത്തിനെയും ഇന്ധനം നൽകുന്നതിനും ഊർജ്ജമേകുന്നതിനും നാം ഏവരും ഭാഗഭാഗുക്കളാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പണ്ട് കാലങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആളുകൾ കുടിയേറി പാർത്തിരുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ആളുകൾ കുടിയേറി പാർക്കുന്നത് സ്വാഭാവികമായ ഒരു കാഴ്ചയായി മാറ്റപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ രാജ്യത്തിൽ നിന്ന് അവയെ അകറ്റുന്ന ഘടകങ്ങളും മറ്റു രാജ്യങ്ങളിലേക്ക് അവരെ ആകർഷിക്കുന്ന ഘടകങ്ങളും. ഇന്ത്യയിലെ തൊഴിലവസരങ്ങളുടെ കുറവ് അതുതന്നെയാണ് ഒട്ടനവധി ആളുകളെ പ്രവാസ ജീവിതത്തിലേക്ക് കുടിയേറിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു രാജ്യങ്ങളിലെ ഉയർന്ന തൊഴിലവസരങ്ങളും ശമ്പള വിതരണവും ഒക്കെ അവരെ കൂടുതൽ അവിടേക്ക് ആകർഷിക്കുന്നു. സുരക്ഷിതത്വം. ഇന്ത്യയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വം നന്നേ കുറവാണ്. എന്നാൽ മറ്റു രാജ്യങ്ങളിൽ അവർക്ക് വളരെയധികം സുരക്ഷിതത്വം ലഭിക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. പഠനാവശ്യങ്ങൾ, പഠന സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് കുറഞ്ഞു പോയതുകൊണ്ട്, സാധ്യതകൾ കുറവായതുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ആളുകൾ കുടിയേറുകയും പിന്നീട് അവിടെ സ്ഥിരതാമസമാവുകയും ചെയ്തു. ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇനി ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, നമ്മുടെ രാജ്യത്ത് 140 കോടിയിലധികം ജനസംഖ്യയുണ്ട്. എങ്കിൽ പോലും ഇത്രയുമധികം ആളുകളുടെ ചെലവ്, ഇത്രയുമധികം ആളുകളിൽ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം, അവരുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ജോലി ഇവയുടെയൊക്കെ നിരപേക്ഷതയ്ക്ക് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം അവർക്ക് തിരികെ ലഭിക്കുന്നില്ല. അവർ മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അവരുടെ മൂല്യവർദ്ധനവ് അത് കുറയുന്നു. ഇത് വലിയൊരു നഷ്ടം വരുത്തിവെക്കുന്നു. എങ്കിൽ പോലും മറ്റു രാജ്യങ്ങളിൽ പോയി വിവേക സമ്പന്നരായി അറിവ് സമ്പാദിച്ചവരായി നമ്മുടെ രാജ്യത്ത് തിരിച്ചു വന്ന് വലിയ മേൽക്കൈ ഉണ്ടാക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. നാം ഏവരും നമ്മുടെ നാട്ടിൽ നിൽക്കണം, നമ്മുടെ നാടിനെ നിലനിർത്തണം. ഗാന്ധിജി പറഞ്ഞു വെക്കുന്നത് പോലെ ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവിനെ ദർശിക്കാനാവുക. വികസനത്തിന്റെ പുതിയ കാഴ്ചപ്പാടുകൾ നമ്മൾ വെക്കണം. ആധുനികതയുടെ മൂടുപടത്തിന് കീഴിൽ എന്തും ചെയ്യാമെന്ന മനുഷ്യന്റെ തോന്നിവാസത്തെ നാം ചോദ്യം ചെയ്യണം. ഒരു ഭരണഘടന നമുക്ക് അനുവദിക്കുന്ന ലക്ഷ്യങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട്, നാട്ടിൽ നിന്നുകൊണ്ട്, ശാരീരികമായോ മാനസികമായോ നാടിനെ പിന്തുണച്ചുകൊണ്ട് നാടിനെ വളർത്തേണ്ടത് നമ്മുടെ കർത്തവ്യമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ.